നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയിപ്പോ അവളോട് നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. എല്ലാത്തിനും മറുപടിയായിട്ട് ഏട്ടനായിരിക്കും വരുന്നേ. ഇത് കണ്ടോ, എന്റെ കൈ പൊള്ളിച്ചു കണ്ടോ? ആദ്യം മമ്മിയുടെ മനസ്സ് പൊളിച്ചു, ഇപ്പൊ നിന്റെ കൈയും. അവൻ എന്തോ തീരുമാനിച്ചിറങ്ങിയിരിക്കെ. അതെ ഇന്ദ്രജെ, സൂര്യ തീരുമാനിച്ചിറങ്ങിക്കോട്ടെ. സൂര്യയെ തോൽപ്പിച്ചു കളയാന്ന് കരുതി താൻ വേറെ ഒന്നിനും ഇറങ്ങരുത്. കാര്യം എന്താണെന്നോ, സ്വന്തം സഹോദരി ആയതുകൊണ്ട് സൂര്യ നിന്നെ കൈവയ്ക്കില്ല. പക്ഷേ എന്നെ കൈവയ്ക്കാൻ അളിയൻ ഒരു മടിയുമില്ല. സോ തല്ല് മുഴുവൻ കൊള്ളേണ്ടത് ഞാനാ. അതെ, എനിക്കതിന് അല്പം ബുദ്ധിമുട്ടുണ്ട്. അവൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ, അല്ലാതെ ശരിയാവില്ല. എന്താടി? മാഡം പറഞ്ഞ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താ നീ നേരത്തെ ചെയ്യാതിരുന്നേ? എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഞാൻ മറന്നുപോയി. ഓ, ഇപ്പൊ നീ മറക്കും. കുറച്ചുനാൾ കഴിഞ്ഞാലേ അടുക്കളയും മറക്കും. കാരണം കമ്പനി കാര്യങ്ങളിലെ നമ്മളെക്കാളും അധികാരമാണല്ലോ ഇപ്പൊ പതിച്ചു കിട്ടിയിരിക്കുന്നേ. അതൊക്കെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. സൂര്യ സാർ കേൾക്കാഞ്ഞിട്ടാ. ഇത് ഞങ്ങൾ അങ്ങ് വിശ്വസിക്കണം അല്ലേ? മമ്മിയുടെ ഒപ്പം എത്താൻ വേണ്ടി നീ കരുതി കൂട്ടി ഏട്ടനെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ ഇതൊക്കെ? വേണ്ട, നീ ഫുഡ് അവിടെ വെച്ചിട്ട് പൊയ്ക്കോ. ചെല്ലേ. ചേച്ചി എന്താ അവളെ കണ്ടങ്ങ് പേടിച്ചോ? പേടിച്ചിട്ടൊന്നും അല്ല. ഇപ്പൊ അവളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലേ സൂര്യ അത് പ്രശ്നമാക്കും. ഓൾറെഡി മമ്മി നല്ല ദേഷ്യത്തില. പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് തെരുവ് യുദ്ധമായിരിക്കും. അതുകൊണ്ടാ പറഞ്ഞത് വേണ്ടാന്ന്. അവസാനം ഇന്ദ്രജ കൃത്യസമയത്തൊരു തീരുമാനം എടുത്തു. അതുകൊണ്ട് എന്തായാലും ഒരു അടി ഒഴിവായി. എവിടെയായിരുന്നു? അത് സർ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അത് വേദ മാഡത്തിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ. തന്നോട് ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞല്ലേ? ഇവിടെയുള്ള ആർക്കും താൻ അടിമപ്പണി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെയുള്ള ആർക്കെങ്കിലും സ്പെഷ്യൽ ഫുഡ് വേണമെങ്കിലേ അവർ തന്നെ ഉണ്ടാക്കി കഴിച്ചോളും. താൻ അതിനു വേണ്ടി അടുക്കള കയറാൻ നിൽക്കണ്ട. ഈ വീട്ടിൽ മറ്റുള്ളവർക്കുള്ളതുപോലെ അധികാരമുള്ള ആളാണ് താനും. ഇനിയെങ്കിലും അത് മനസ്സിലാക്കി പെരുമാറിക്കോണം. പിന്നെ ഈ നിൽക്കുന്നവരിൽ ആരെങ്കിലും തന്നോട് അടിമപ്പണി ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല എന്നങ്ങ് മുഖത്ത് നോക്കി പറഞ്ഞേക്കണം. ഓ, അവൾക്ക് പുതിയ സ്ഥാനമൊക്കെ കൽപ്പിച്ചു കൊടുത്തു തുടങ്ങിയോ? നന്ദിനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട്. അത് എന്റെ ഭാര്യ എന്നുള്ള സ്ഥാനമാ. അല്ലാതെ നിങ്ങൾക്ക് ആർക്കും അനുസരിപ്പിക്കാനുള്ളതല്ല. ഓ, അവൾക്ക് സൈനിങ് പവർ വന്നതുകൊണ്ടാണോ ഈ വ്യത്യാസം? അതെ, എന്താ സംശയം? നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചായാലും നമ്മുടെ സ്വത്തുക്കളെ സംബന്ധിച്ചായാലും അമ്മയ്ക്ക് തുല്യമുള്ള പൊസിഷനിലാണ് നന്ദിനി. സോ അമ്മയ്ക്ക് എന്ത് മര്യാദയാണ് നിങ്ങൾ കൊടുക്കുന്നത്, അതേ മര്യാദ നന്ദിനിക്ക് കിട്ടിയിരിക്കണം. ആന്റി കേട്ടില്ലേ? ആന്റിക്ക് തരുന്ന ബഹുമാനം അതേ അളവിൽ അവക്കും കൊടുക്കണോന്ന്. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അല്പന ഐശ്വര്യം കിട്ടിയാലേ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം ഇവള് ചെയ്യിപ്പിക്കുന്നതാ. മാഡം, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നന്ദിനി, നിർത്ത്. ശരി, അവള് പറഞ്ഞിട്ട് ഞാൻ ചെയ്താൽ എന്താ കുഴപ്പം?
അമ്മ പറയുന്ന പലതും അച്ഛൻ അനുസരിക്കാറില്ലേ? അത് നല്ല ഭർത്താവിന്റെ കടമയാ. ഞാൻ നന്ദിനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താല് അത് അഹങ്കാരം. അതെങ്ങനെയാ ശരിയാവുന്നേ? സൂര്യ, എന്താ ഇവിടെ അവസാനിച്ചു പോയ ഒരു കാര്യം വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ പത്മ? ചർച്ച ചെയ്തത് ഞാനല്ല, ദേ നിൽക്കുന്നുണ്ടില്ലേ, വേലക്കാരൻ സുദേവന്റെ മകൾക്ക് എന്റെ അതേ സ്ഥാനം വേണമെന്ന് ഇവന് വാശി. അല്ല, ആരാ ഇവള്? ഞാൻ സൈൻ ചെയ്യുന്ന ഒരു ചെക്കില് അബദ്ധത്തിൽ ഒരു സൈൻ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ഇവള് പത്മയുടെ ഒപ്പമാവോ? അന്തസ്സുള്ള കുടുംബത്തിൽ പറന്ന് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസവും നേടി ആളുകൾ ബഹുമാനിക്കുന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളാ ഞാൻ. അവളെ എന്നെ ഒരേ ചരടിൽ കെട്ടാൻ പറ്റില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്ക്. അത് നടക്കില്ല. നടക്കും, നടക്കണം. അല്ലെങ്കിലേ ഇനി ഒരു ചെക്കി പോലും ഒപ്പിടാൻ പാടില്ലെന്ന് ഞാൻ നന്ദിയോടങ്ങ് പറയും. അങ്ങനെ സംഭവിച്ചാലേ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അങ്ങ് തകരും, കമ്പനിയുടെ ഉൽപാദനം അങ്ങ് നിലയ്ക്കും, കുടുംബത്തിന്റെ സാമ്പത്തിക നില തകരും. ചിലപ്പോഴേ 3 നേരം വെച്ചുണ്ടാക്കി തിന്നതിന് പോലും പണം എടുത്ത് ചെലവാക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ മനസ്സിലാവും എല്ലാവർക്കും ഇല്ലാത്തവന്റെയും പട്ടിണി കിടക്കുന്നവന്റെയും വിഷമം. നിർത്തടാ. ഇതെല്ലാം നീ പറയുന്നതേ സൈനിങ് പവർ അവൾക്ക് കൊടുക്കാൻ നീ പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചതുകൊണ്ടാ. നീ കരുതുന്നുണ്ടാവും ചിലപ്പോ നിന്റെ മുമ്പിൽ തോറ്റ് തലകുനിച്ച് ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു എന്ന്. അല്ല, കമ്പനി ലീഗൽ അഡ്വൈസറെ ക്ഷണിച്ച് മുമ്പിലിരുത്തിയപ്പോഴേ അയാളുടെ മുമ്പിൽ കുടുംബ നാണം കെട്ട് പോകരുതെന്നുള്ള തീരുമാനം ഉള്ളതുകൊണ്ടാ. ഇത്രയും കാലം രാപ്പകൽ ഉറക്കളിച്ച് ഈ കമ്പനി നോക്കി നടത്തി ഒരു സ്ഥാനത്ത് എത്തിച്ചതിന്റെ വേദന അറിയാവുന്നതുകൊണ്ടാ. നിനക്കേ അതില്ലാതാക്കാൻ എളുപ്പമായിരിക്കും, പക്ഷേ ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എനിക്ക് അതൊന്നും നഷ്ടപ്പെടരുതെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ടാ നിനക്ക് വിട്ടു തന്നെ. അത് നിന്റെ ജയമല്ല, എന്റെ ദൈവമെന്നാ പറയേണ്ടത്. എല്ലാത്തിനും മൂകസാക്ഷിയായിട്ട് നിന്ന് നിങ്ങൾ അവനെ അനുകൂലിക്കുകയാണെന്ന് എനിക്കറിയാം. ബഹളം വെക്കരുതെന്ന് എന്നോട് പറയുന്നതല്ലാതെ ഒരു തവണയെങ്കിലും അവനെ നിങ്ങൾ നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ടോ? കെട്ടി എഴുന്നള്ളിച്ച് ഒരുത്തിയെ കൊണ്ടുവന്നിട്ട് അവളെ എല്ലാവരുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കാനുള്ള നീക്കം നടത്തുക. ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിങ്ങൾ ഒറ്റയ്ക്കിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കണം. കൂടെ ഉള്ളവളുടെ വലിപ്പം എന്താന്ന്, അവളുടെ അന്തസ് എന്താന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വിലയില്ലാത്ത ഒരുത്തിക്ക് വേണ്ടിയിട്ടാ ഇവൻ ഇങ്ങനെ ബഹളം വെക്കുന്നേന്ന്. നീ ഏത് ലേബിൾ എഴുതി ഒട്ടിച്ചാലും ഇവൾ ഇവിടുത്തെ അടുക്കളക്കാരിയാ, ഇവിടുത്തെ വേലക്കാരി. എന്റെ മക്കൾക്കോ എനിക്കോ തൊട്ടുകൂടാത്തവള്. അതിലിനി ഒരു മാറ്റവും ഇല്ല.